ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് റെസിപ്പീസ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത, ഞാനിതിൽ തേങ്ങ ഉപയോഗിച്ചിട്ടില്ല. തേങ്ങ യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ചപ്പാത്തി പോലുള്ള ബ്രെഡ് ഐറ്റംസിൻ്റെയൊക്കെ കൂടെ നല്ല പോലെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. എന്നാലാണ് ഇനിയുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിലേക്കായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ എടുത്തിട്ടുള്ളത് കോളിഫ്ലവർ ആണ്. ഇതൊരു പകുതി ഭാഗം കോളിഫ്ലവർ ആണ്. നല്ല ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ്. അതും ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ചൂടുവെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ കോളിഫ്ലവറിലുള്ള ചെറിയ ചെറിയ പുഴുക്കളൊക്കെ പോവില്ല. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് തന്നെ കഴുകിയെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വെളുത്ത കസ്കസാണ്. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുറുമക്കറിക്ക് ഒരു ചെറിയൊരു കുറുകിയ പോലെ കിട്ടും. തേങ്ങ ഇടാത്തതല്ലേ, അപ്പോൾ ഇത് യൂസ് ചെയ്യുക അതിന് പകരമായിട്ട്. അപ്പോൾ കുറുമക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ്. അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകാണ്. ഇത് ഞാനിപ്പോൾ ഒരു വലിയ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് എരിവൊന്നുമില്ല. അപ്പോൾ ഒരുപാട് എരിവില്ലാത്ത മുളക് ഇടുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് കുറയ്ക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ഭാഗം സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സവാള ഇടേണ്ട ആവശ്യമില്ല, ഒരു 1/2 ഭാഗം മതിയാവും. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഉരുളക്കിഴങ്ങാണ്. ഇത് കുറച്ച് മുന്നേ അരിഞ്ഞ് വെച്ചതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് മാറി ഇരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് കോളിഫ്ലവർ കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് കൊടുക്കാം, അതുപോലെ ബ്രക്കോളി ഇട്ട് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറികളൊക്കെ ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. മെയിനായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ അതുപോലെയുള്ള ഹോളായിട്ടുള്ള സ്പൈസസ് ഒന്നും അല്ല ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. തേങ്ങയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ നല്ല എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിലൊക്കെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ച് വേവിക്കുന്ന സമയത്ത് നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ പച്ചക്കറികൾ ആ ആവിയിലായിരിക്കും വേവുന്നത്, ആ ഓയിലിലും. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും അതുപോലെ തന്നെ കസ്കസ് അരച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അതിൽ ഓൾറെഡി നമ്മൾ കുതിർത്തിയ വെള്ളവും അതിൻ്റെ കൂടെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുത്. ഇനി ഒരുപാട് ചാറ് വേണം എന്നുള്ളവർ കുറച്ചുകൂടി കാഷ്യൂനട്ടും അതുപോലെ കസ്കസിൻ്റെ അളവും കൂട്ടിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ചാറ് നല്ലോണം തിളച്ച് വരും. അപ്പോൾ ഒരുപാട് അങ്ങ് ഗ്രേവി ആയിട്ട് എടുക്കുന്നതിനെക്കാട്ടിലും ഒരു സെമി ഗ്രേവി അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ അത് തന്നെയായിരിക്കും നല്ല രുചിയായിട്ട് കിട്ടുക. ഒരുപാട് എരിവൊന്നും ഇടാൻ പാടില്ല. പച്ചമുളക് മാത്രമാണ് ഇതിൽ കുറച്ച് എരിവിന് വേണ്ടി ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും. അപ്പോൾ നല്ല ടേസ്റ്റിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുറുമക്കറിയാണിത്. അപ്പോൾ ഇനി നല്ലൊരു കുറുമക്കറിയായിട്ട് വരുന്നതാണ്, തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു അടിപൊളി കുറുമക്കറിയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും താങ്ക് യു.